ഹായ് അസ്സലാമു അലൈക്കും, ഈദ് മുബാറക് എവ്രിവൺ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയായിരുന്നു എൻ്റെ ഈദ്, പക്ഷേ ഇന്നാണ് ഞാൻ ശരിക്കും ആഘോഷിക്കുന്നത്. കാരണം ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എനിക്ക് പുതിയ ജോബ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നത്തെ ഒരു വ്ളോഗിൽ പറയുന്നുണ്ട്. സോ ഇന്ന് ഞാൻ ഈദ് മേക്കപ്പ് ലുക്ക് ആണ് കാണിക്കാൻ പോണത്. മേക്കപ്പിൻ്റെ വീഡിയോസിന് നല്ല വ്യൂസ്, നല്ല റിവ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ ഈദിനെങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ മേക്കപ്പും ഓൾ ഓവർ ടുഗദർ ലാസ്റ്റ് കാണിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം തന്നെ നമുക്ക് ഫേസൊക്കെ നല്ല ക്ലിയറായിട്ട് കഴുകിയിട്ടുണ്ട്. ഭയങ്കര വെയിൽ കേട്ടോ, എൻ്റെ മൈലാജി കേട്ടോ. എൻ്റെ റൂംമേറ്റ് തന്നതാ മൈലാജി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഗാർണിയറിൻ്റെ ഒരു ഹൈലറോണിക് അലോവേറ ജെൽ, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അലോവേറ ജെൽ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. നല്ല സാധനമാണ്, ഞാൻ എപ്പോഴും യൂസ് ആക്കണം, കഴിയാറായിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. ലിപ്പാം ഇട്ട് കൊടുത്തു. ഈ മോയ്സ്ചറൈസർ, കൊക്കോ ബട്ടറാണ് മോയ്സ്ചറൈസർ, വാസലിൻ്റെ. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, ലിപ്പാം ഇട്ടു. സോ ഫസ്റ്റിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കണത് പ്രൈമറാണ്. ഇബ കോസ്മെറ്റിക്സിൻ്റെ പ്രൈമറാണ്. പ്രൈമർ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഒരു ഗ്ലോ ഉണ്ട്, കണ്ടോ. ഇനി നമുക്ക് എൻ്റെ ഫേവറേറ്റ് പാർട്ടായ സൺസ്ക്രീൻ. സണ്ണിൽ നിന്ന് നമ്മൾ സ്കിന്നിനെ എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു തിക്ക് ലെയറാണ് ഇട്ട് കൊടുക്കുക. പുറത്ത് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. നല്ല വെയിലും ഉണ്ട്, സോ നല്ല തിക്ക് ലെയർ ഇട്ട് കൊടുക്കാം. ഇത് പ്രൊട്ടക്ഷനാണ് കേട്ടോ, അല്ലാതെ മേക്കപ്പോ കാര്യമൊന്നുമല്ല. മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തവരും എന്താ തട്ടത്ത് മാണുണ്ടോ. ഒരു വൈറ്റ് പാച്ച് ഉണ്ടാവും ഇത് അപ്ലൈ ചെയ്ത ഉടനെ. അപ്പോൾ എന്ത് ചെയ്യണം, സമയം കൊടുക്കണം അത് അബ്സോർബ് ആവാൻ സ്കിന്നിലേക്ക്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം സമയം കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്, ആ സമയത്തെങ്കിലും ഇത്തിരി വെള്ളം കുടിക്കും. വെള്ളം എപ്പോഴും നല്ല, നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം, ഇതിൽ പറയുകയൊന്നും വേണ്ട. സോ എനിക്ക് ഓർമ്മ വരുന്നത് ഈ സൺസ്ക്രീൻ ഇട്ട ശേഷം വെള്ളം കുടിക്കുന്ന കാര്യം. അതുകൊണ്ട് അത് മറക്കാതെ സൺസ്ക്രീൻ ഇട്ട അപ്പോൾ ആ ഗ്യാപ്പിൽ വെള്ളം കുടിക്കും. സോ നമ്മൾ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് എന്താ പറയുക, സ്കിന്നിനോട് അബ്സോർബ് ആയിട്ടുണ്ട്. സോ നമ്മുടെ പ്രിപ്പറേഷൻ, സ്കിൻ പ്രെപ്പ് കഴിഞ്ഞു. സോ ഇനി നമുക്ക് മേക്കപ്പിലോട്ട് അടക്കാം. ഇത് തന്നെ നമ്മൾ കളർ കറക്ഷനാണ്, നല്ല ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. ഹെവി മീൻസ് ഒരു അത്യാവശ്യം ഒരു സെറ്റപ്പിൽ ഈ ഡാർക്ക് സർക്കിൾസ്, അൺഈവൻ സ്കിൻ ടോണ് ഒക്കെ ഉള്ളിടത്ത് നമുക്ക് കളർ കറക്റ്റ് ഇട്ട് കൊടുക്കാം.
കുറച്ചുകൂടി ഓറഞ്ച് കളർ കറക്റ്ററാണ് ഈ ഡാർക്ക് സർക്കിൾസിന് ഉപയോഗിക്കുന്നത്. പല പല കളർ കറക്റ്ററുണ്ട്, മഞ്ഞുണ്ട് ഒക്കെ ഉണ്ട്. ഞാൻ ഡാർക്ക് സർക്കിൾസിന് മാത്രമേ ചെയ്യാറുള്ളൂ. സോ ഇനി നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാം. അതും മെയിനായിട്ട് ഈ ഏരിയ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്പർ 7 ഇവിടുന്ന് കിട്ടുന്ന ബ്രാൻഡാട്ടോ. നമ്പർ 7 ഒരു കണ്ടോ, ഇതാണ് സിറം കൺസീലർ. അടിപൊളി ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ കൺസീലർ മാത്രമേ ഇടുള്ളൂ, ഞാൻ ഫൗണ്ടേഷനൊന്നും ഇടുള്ളൂ ഡെയിലി. ഇത് വെറും കൺസീലർ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ഈവൻ സ്കിൻ ടോണാണ് ആവേണ്ടത്, നമ്മൾ വെളുക്കല്ലാണ്ട്. So concealer ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ ഗൈസ് ഈവൻ സ്കിൻ ടോൺ. സോ കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ ഇവിടെയാണ്, വേറൊരു ഫൗണ്ടേഷൻ എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ആക്കാറില്ല ആക്ച്വലി. അപ്പോൾ ഉള്ള ഫൗണ്ടേഷൻ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു കവറേജ് കൊടുക്കാം. ഇന്ന് ആക്ച്വലി ഞങ്ങളൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു ഉനീസയുടെ വീട്ടിൽ. പക്ഷേ പെട്ടെന്ന് ഉനീസ ടിക്കറ്റ് എടുത്തു നാട്ടിൽ പോകാൻ. നമ്മൾ കുറേ ദിവസമായി നാട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങണേ. പക്ഷേ പല റീസൺ കൊണ്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഒക്കെ ശരിയായപ്പോൾ ഇന്നലെ തന്നെ ടിക്കറ്റ് എടുത്തു. സോ ഞങ്ങളെ പ്ലാനിങ് ഒക്കെ മൂഞ്ചി ഗൈസ്. സോ ഞാൻ ഇന്ന് അപ്പോൾ കൊവൻട്രിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തുണ്ട്, സെറ്റ്. ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു, പോയി ഗൈസ്, വീണ്ടും വെയിൽ പോയി ഗൈസ്. ഇനി അടുത്ത് നമുക്ക് കോണ്ടർ ഇട്ട് കൊടുക്കാം. ഈ കോണ്ടർ സ്റ്റിക്ക് നല്ലൊരു സ്റ്റിക്കാണ്. ഏതോ NYB എന്നോ ഇത് എനിക്ക് നൈസ് വന്നതാ. നല്ലപോലെ മൂക്കൊക്കെ വരച്ചു കൊടുക്കാം. നമ്മൾ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് കാണാം മൂക്ക് വരച്ച വേണ്ട ഗൈസ്, നീളം മൂക്ക്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ പുരികം അരച്ചു കൊടുക്കാം. ഞാൻ ത്രെഡൊന്നും ചെയ്യാറില്ല, ഇത് വെച്ച് ഷേപ്പ് ചെയ്യല.
ചെറിയ രീതിയിലൊരു ഇതിടാം, എന്താ ഐ ഷാഡോ. ഇപ്പോൾ ഈ ഹൈലൈറ്റർ പാലറ്റിൻ്റെ ഐ ഷാഡോ ആണ് ഞാൻ ഐ ഷാഡോ ആക്കി ഉപയോഗിക്കുന്നത്. ഹൈലൈറ്ററിൻ്റെ പാലറ്റ്. ഇതിലെ പിങ്ക് ഇതിൻ്റെ തന്നെ റിമ്മൽ ലണ്ടാണ്, ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഇനി കുറച്ച് ഈ വൈറ്റ് ഹൈലൈറ്റർ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കാം, ഇവിടെ ഈ പുരികത്തിൻ്റെ താഴായിട്ട്. പെൻസിലാണ്, ബ്രൗൺ പെൻസിലാണ് യൂസ് ആക്കാറ്. എനിക്കിന്ന് കോണ്ടാക്ട് ലെൻസും കിട്ടിയിട്ടില്ല. നമ്മുടെ ഹൈലൈറ്റർ ഉണ്ട്, ലിക്വിഡ് ഹൈലൈറ്റർ. ഞാൻ പൗഡർ അങ്ങനെ എനിക്കിഷ്ടമല്ല, അധികം എല്ലാം ക്രീം ബേസ്ഡോ അല്ലെങ്കിൽ ലിക്വിഡ് ബേസിലുള്ള എനിക്കിഷ്ടം. കാരണം എന്താ വെച്ചാൽ ആ ലുക്ക്, മറ്റേ ഗ്ലോയി ലുക്ക് കിട്ടണമെങ്കിൽ ക്രീം ബേസ്ഡോ അല്ലെങ്കിൽ ഈ ബേസ് ആവണം. കുറച്ച് ഈ ഹൈലൈറ്ററിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ പാച്ചായി നിൽക്കും അവിടെ ഇവിടെയൊക്കെ. ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം, ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. ഇത് ഐക്കോണിക്കിൻ്റെ ഒരു സാധനമാണ്, ഒറിജിനലൊന്നും അല്ല കേട്ടോ ഗൈസ്. ഇത് ഡ്യൂപ്ലിയാ തോന്നുന്നു. ഞാൻ ഏതാ മീഷോന്നായിട്ട് വാങ്ങിച്ച. സോ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കണ്ടോ, പാച്ചായി കണ്ടോ അവിടെ ഇവിടെയൊക്കെ. ആണ് പിന്നെ പ്രശ്നം. ഒരു സ്ട്രോപ്പ് ക്രീം ഉണ്ട്. സോ ഗൈസ് നമ്മൾ സ്ട്രോപ്പ് ക്രീമൊക്കെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്.
മുഖത്തിനായിട്ട് നമ്മുടെ ഒരു ലിപ് ലൈനർ. എങ്ങനെയുണ്ട് ഗൈസ്? ഈ സംഭവം കൂടെ ഇടാണ്ട് സോ ഫൈനലി ഇതാണ് ഗൈസ് ലുക്ക് ഇതിൻ്റെ. So bye bye, see you in next vlog. കുറേ ഫോട്ടോസൊക്കെ എടുത്താൽ അതൊക്കെ ആഡ് ചെയ്യാം ഇതിൽ. ബൈ.